ചെറുവത്തൂരിലെ കലാകാരന്മാർക്ക് തിരുവനന്തപുരത്ത് നിന്നും അഭിമാനകരമായ പുരസ്കാര നേട്ടം. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കലാശ്രീ പുരസ്കാരങ്ങളാണ് ചെറുവത്തൂരിലെ വിവിധ കലാസംഘങ്ങളെയും കലാകാരന്മാരെയും തേടിയെത്തിയത്. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. വാദ്യകലാരംഗത്തും അഭിനയരംഗത്തും നാടൻപാട്ട് മേഖലയിലുമെല്ലാം ഉൾപ്പെടെ മികവ് തെളിയിച്ചവർക്കാണ് അംഗീകാരം ലഭിച്ചത്. തുരുത്തി നിലമംഗലം വനിതാ വാദ്യകലാ സംഘം, വിക്ടർ കിഴക്കേമുറി വനിതാ ബാൻഡ് സംഘം എന്നിവർ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പുരസ്കാരത്തിന് അർഹരായി. കൂടാതെ നിരവധി വ്യക്തിഗത പുരസ്കാരങ്ങളും ജില്ലയിൽ എത്തിയിട്ടുണ്ട്. അമ്മ ചൂടുന്നു വെക്കുമ്പോഴേ താളം പിടിക്കണട്ടാ, അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണട്ടാ. ആടാട് ആടാട് ആടാടാടാടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. കരിയത്തൊരുമയഴക് കരിനീലമിഴിയഴക്, കരിയത്തൊരുമയഴക് നീലമിഴിയഴക്, നല്ല താമരത്തിനാലേ കണ്ണാര ചേർത്തണട്ടാ, അമ്മ തങ്കത്തിൻ ചേരിനാലേ കാവു തെളിയണട്ടാ. നാടൻപാട്ട് വിഷ്വൽ കാറ്റഗറിയിൽ സജിന കാരിയിൽ, വിജി ഷിജു, രമ്യ സനി, ധന്യ രതീഷ് എന്നിവരും, നാടൻപാട്ട് വിഭാഗത്തിൽ ദീക്ഷിത് രാജ്, ശ്യാം പാടിയിൽ, റെജിമ വടക്കേവളപ്പ്, വന്ദന കോറോം എന്നിവരും പുരസ്കാരങ്ങൾക്ക് അർഹരായി. അഭിനയരംഗത്തെ മികവിന് മിനി അജയ്ക്കും പുരസ്കാരമുണ്ട്. ഇതിനോടകം നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹയായ റെജിമ വടക്കേവളപ്പാണ് ഇവർക്ക് മാർഗനിർദ്ദേശം നൽകിയത്. നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് തിരുവനന്തപുരം, അത് ഓൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. കലാകാരന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്നതും അതോടൊപ്പം ചാരിറ്റി ചെയ്യുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയുടെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കലാകാരന്മാർക്കും അവരുടെ കലയിൽ, അവരുടെ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ അവരെ അംഗീകരിക്കുന്നതെന്നാണ് പ്രത്യേകത. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ, സാധാരണയിലെ കലാകാരന്മാർക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ പ്രൊഫഷൻ തന്നെ ഒന്നും കൂടി അവർക്ക് ഒരു പബ്ലിസിറ്റി കിട്ടും. അതിനാണ് ഞാൻ ഇതിന് മുന്നോട്ട് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ബാക്കിൽ നമ്മളെ സംബന്ധിച്ചിട്ടൊന്നുമില്ല. കഴിഞ്ഞ വർഷം കലാമണി പുരസ്കാരം എനിക്ക് കിട്ടിയായിരുന്നു. ഇപ്രാവശ്യം അതേപോലെ അപേക്ഷ വിളിച്ച സമയത്ത് ഞാൻ ഇവരോടെല്ലാം പറഞ്ഞു ഇങ്ങനെയുണ്ട് സംഭവം. അപ്പോൾ ഇവരെല്ലാവരും അപേക്ഷിച്ചു. മെയ് 9 തിരുവനന്തപുരത്ത് സംവിധായകൻ കമൽ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് ഉപഹാരവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.